ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. 5 ദിവസത്തെ ഉത്സവമായിരുന്നു. ഞങ്ങൾ ലാസ്റ്റത്തെ ഡേ പോകുന്നത്. അന്ന് ആ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പില്ല. എൻ്റെ ആൻറ്റിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പീലുട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യും. പീലുവിന് സ്കേർട്ടും ടോപ്പും അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ ഞാൻ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ ഇത്. ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സസ് സ്റ്റൈൽ യൂണിയനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഓഫർ ടൈമിൽ എടുത്തത് ഇതാണ് കേട്ടോ. എൻ്റെ ആൻറ്റിയുടെ മക്കളൊക്കെ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലം. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് തൊട്ടേ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ലൈറ്റ്, ചെണ്ടകൊട്ട് അതൊക്കെ കേൾക്കുന്നതിൻ്റെ. ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. ചെറിയൊരു അമ്പലം, ഒത്തിരി വലുതൊന്നുമല്ല, പക്ഷെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. കാരണം ആ ഏരിയയിലെ അമ്പലങ്ങളിൽ ഇവിടെയാണ് കേട്ടോ ലാസ്റ്റ് ഉത്സവം. അപ്പം അതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പം വേറെ ഒരു അമ്പലത്തിൽ നിന്ന് പ്രതിഷ്ഠ ഇങ്ങോട്ട് കൊണ്ട് വരുന്നതാണ് കേട്ടോ ഇത്. ഒരുപാട് ചെണ്ടയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പിള്ളേരുടെ താലിപ്പൊലി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രതിഷ്ഠ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷ്ഠ അമ്പലത്തിൽ കൊണ്ട് കയറി കുറച്ചും കൂടി കഴിയുമ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പടക്കം പൊട്ടിക്കുകയും കമ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു അടുത്ത് ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ. കുറച്ചൊക്കെ കരഞ്ഞ് കുറേയൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ പ്രോഗ്രാം തുടങ്ങാനുള്ള ടൈമായി കേട്ടോ. 2 ടീമിൻ്റെ പ്രോഗ്രാമാണ്, ഒന്ന് ഇവരുടെയാണ്. പക്ഷെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പുറകിൽ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ബീഷപ്പവും ഒരു വെജിറ്റബിൾ കറി. അങ്ങനെ അത് കൊടുക്കുന്ന ടൈമായതുകൊണ്ട് ആൾക്കാരൊക്കെ കൂടുതലും അങ്ങോട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ പറ്റി. പക്ഷേ ബോക്സിൻ്റെ അടുത്തായി ഇരുന്നത്, ഭയങ്കര സൗണ്ടായിരുന്നു. എങ്കിലും ഓക്കെ, ഡാൻസ് അല്ലേ, അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ വന്നു കേട്ടോ. ഞാൻ പണ്ട് പ്രോഗ്രാമിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമും അതൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത് കേട്ടോ. അങ്ങനെ ഇവരുടെ കളി കണ്ട് പീലുവും അതുപോലെ നോക്കി കളിക്കുകയാണ്. കൈകൊട്ടി കാലിങ്ങനെ എടുക്കുകയും അങ്ങനെയൊക്കെ. പീലു ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാണ് കേട്ടോ. നമ്മൾ എവിടെ കൊണ്ടുപോയാലും ആ ഒരു സിറ്റുവേഷനിൽ ആളങ്ങ് പൊരുത്തപ്പെട്ട് എൻജോയ് ചെയ്ത് ആളുടേതായിട്ടുള്ള കുറച്ച് എൻജോയ്മെൻറ്റ് അതിലാളങ്ങ് നിൽക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് പ്രോഗ്രാമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ബഹളം, കരച്ചിൽ, ആൾക്കാർ കൂടുന്നതിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇതാണ് കേട്ടോ രണ്ടാമത്തെ കുട്ടികളുടെ. ഇവരുടേത് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു നേരം, കുറച്ച് ലോങ് ആയിട്ടുള്ള പാട്ടൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടിട്ട് വരാനുള്ള അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.